ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ബാത്റൂമിൽ ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം, അതായത് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും, അതായത് ചൂടുവെള്ളം തണുത്ത വെള്ളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പണ്ടത്തെ രീതിയിനേക്കാൾ മിക്സർ രീതി മാറ്റിയതിന് ശേഷം ഡൈവേർട്ടർ സിസ്റ്റമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒറ്റ ലിവറും കാര്യങ്ങളും വരുന്നുള്ളൂ. അതിനുശേഷം എങ്ങനെ ഉറപ്പിക്കുക, അതിൻ്റെ എന്തെല്ലാം ഉറപ്പിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നോക്കുന്നത്. അതല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് നമ്മൾ ഉറപ്പിച്ചില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നങ്ങൾ, അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊന്നും ഭിത്തിമ ചേരാത്തൊരവസ്ഥ, ടൈൽമ ചേരാത്തൊരവസ്ഥ വരും. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാമെന്നും അങ്ങനെ നീറ്റായിട്ട് ഉറപ്പിക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം. ഈ കാണുന്നതാണ് ഷവറിൻ്റെ പുഷ് ബട്ടൺ. ഈ കാണുന്ന ലിവറിലാണ് നമ്മുടെ വാൽവ് കാര്യങ്ങളെല്ലാം വരുന്നത്. ആ ലിവറാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഹോട്ട് വാട്ടർ, അതുപോലെ തന്നെ ചൂടുവെള്ളം തണുത്ത വെള്ളമൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പ് റൈറ്റ് സൈഡിൽ നമ്മൾ വരുന്ന തണുത്ത വെള്ളം ആയതുകൊണ്ട് തണുത്ത വെള്ളത്തിലേക്ക് വരുന്നു. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹോട്ട് വാട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ തിരിച്ചാൽ ഹോട്ട് വാട്ടർ വരും. പിന്നെ മുകളിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷവറിൻ്റെ സിസ്റ്റം, താഴെ വരുന്നത് സ്പൗട്ട് സിസ്റ്റം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭിത്തിയാണ് വരുന്നത്. ആദ്യമേ തന്നെ ഭിത്തി തേച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഡൈവേർട്ടർ ഉറപ്പിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഡൈവേർട്ടർ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാകും. കാരണം അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊന്നും ഉറപ്പിക്കാതെ വരും, ഭിത്തിമ ടച്ച് ചെയ്യാതെ വരും. അതെങ്ങനെ ഉറപ്പിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ ഭിത്തി ചെയ്തതിന് ശേഷം അത് കണ്ടോ, നിങ്ങൾ കാണാൻ സാധിക്കും, അതിൻ്റെ മുകളിൽ കാണുന്ന ഫിറ്റിങ്സ് കണ്ടോ, ഇതായിരിക്കണം നമ്മുടെ ഫിനിഷിങ് ലെവൽ വരുന്നത്. അതായത് ടൈൽ ഒട്ടിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഫിനിഷിങ് ലെവൽ വരുന്നത് ഇതായിരിക്കണം. അതായത് ആ കാണുന്ന പ്ലേറ്റ് ആയിരിക്കണം അതിൻ്റെ ഫിനിഷിങ് ലെവൽ വരുന്നത്. അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും ഗ്യാപ്പ് ആ ഉള്ളിലേക്ക് പോകുന്ന, അതായത് പുറത്ത് നിൽക്കുന്ന അത്രയും ഗ്യാപ്പ് ആ ടൈലിൻ്റെ പ്ലേറ്റ് നമ്മൾ ഇടുന്ന സമയത്ത്, എക്സ്ട്രാ പ്ലേറ്റ് ഇടുന്ന സമയത്ത് ആ പ്ലേറ്റ് ആ ഭിത്തിമ മുട്ടാതെ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അത് ഭിത്തി എന്ന് പറയുന്നത് ഏകദേശം ടൈലിൻ്റെ കനം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ഹാക്സോ ബ്ലേഡ് എടുക്കുക. ഇതായിരിക്കും നോർമലി വരുന്ന ഒരു വാൾ ടൈലിൻ്റെ കനം വരുന്നത്. അതായത് അതിൻ്റെ പശയും അല്ലെങ്കിൽ പരിക്കനും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ചാന്തും കാര്യങ്ങൾ വരുന്ന സമയത്ത് നോർമൽ വരുന്നത് ഒരു ബ്ലേഡിൻ്റെ കനമായിരിക്കും. അതായത് ഒരു 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഏറ്റവും കുറഞ്ഞത് വരുന്നത്. കണ്ടോ, നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫിനിഷിങ് സ്റ്റേജിൽ വരുന്ന രണ്ട് സൈഡിലേക്ക് നമ്മളിങ്ങനെ തേപ്പിൽ കറക്റ്റ് ചെയ്ത് പിടിക്കുക. കറക്റ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ആ ബ്ലേഡ് ഫുള്ളായിട്ട് വരുന്ന ആ ഏരിയയിലായിരിക്കണം നമ്മുടെ ഡൈവേർട്ടറിൻ്റെ ആ ഫിറ്റിങ്സ് വരേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലയിൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. അതായത് ആ ഫിറ്റിങ്സിൻ്റെ ബ്ലേഡിൻ്റെ കനമായിട്ട് നമ്മൾ ടൈലിൻ്റെ കനം സങ്കല്പിക്കണം. അപ്പോൾ ആ ടൈലിൻ്റെ കനം വരുന്ന സമയത്ത് ഫിനിഷിങ് സ്റ്റേജ്, അതായത് ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലെവലിലായിരിക്കണം നമുക്ക് ഡൈവേർട്ടർ കിട്ടേണ്ടത്. അതല്ല ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം നമ്മൾ പുറത്തേക്കാണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ഫിറ്റിങ്സിൽ വന്നിട്ട് അതിൻ്റെ പ്ലേറ്റ്, ഡൈവേർട്ടറിൻ്റെ എക്സ്ട്രാ ഇടുന്ന പ്ലേറ്റ് വന്നിട്ട് ഇടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ടൈൽമേക്ക് നമ്മുടെ ടച്ച് ചെയ്യില്ല. ടൈൽമേക്ക് പ്ലേറ്റ് ടച്ച് ചെയ്ത് വരുന്ന സമയത്ത് ടൈലും പ്ലേറ്റും തമ്മിൽ ആ ഗ്യാപ്പ് എത്രയുണ്ടോ അത് നമ്മൾ കാണിക്കും. അത് പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഡൈവേർട്ടർ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് കംപ്ലയിൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ, നമുക്ക് മാക്സിമം പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് പല ഡൈവേർട്ടറും പല രീതിയിലാണ് വരുന്നത്. ഇത് സെറയുടെ ഡൈവേർട്ടറാണ് വരുന്നത്. സെറയുടെ ഡൈവേർട്ടർ നമുക്ക് അങ്ങനെ ഉറപ്പിക്കണം. പിന്നെ അതിൻ്റെ തന്നെ മിനിമം മാക്സിമം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ജാഗ്വറിൻ്റെ ഡൈവേർട്ടറാണ് ഉറപ്പിക്കുന്നതെങ്കിൽ ജാഗ്വറിൻ്റെ ഡൈവേർട്ടർ ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഡൈവേർട്ടറിൽ ഹൈ ഫ്ലോ ഉണ്ട്, ലോ ഫ്ലോ ഉണ്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന സെറയുടെ ഡൈവേർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സെറയുടെ ഡൈവേർട്ടർ എങ്ങനെ ഉറപ്പിക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.